കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ബീഫ് കഴിക്കുന്നത് തടയാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനു മറുപടിയായാണ് ഇപ്പോൾ കർണാടക ബിജെപി നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. ചന്നബാസപ്പ രംഗത്തെത്തിയിരിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രിയുടെ നിലപാടിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാട്. ബീഫ് കഴിക്കാൻ ആർക്കും അവകാശമുണ്ടെന്നും ഇത് തടയാൻ ആർക്കും ഒരവകാശവുമില്ലെന്നും എന്തു ഭക്ഷിക്കണമെന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ ആശ്രയിച്ചിരിക്കും എന്നുള്ളതായിരുന്നു കർണാടക മുഖ്യമന്ത്രിയുടെ നിലപാട്. ബീഫ് കഴിച്ചാൽ കർണാടക മുഖ്യമന്ത്രിയുടെ തലയറക്കുമെന്നാണ് ഇപ്പോൾ ഭീഷണി ഉയർത്തി വന്നിട്ടുള്ളത്. ബീഫ് കഴിക്കുന്നത് എന്തിന് നിരോധിക്കണം എന്നാണ് കർണാടക മുഖ്യമന്ത്രി ചോദിച്ചത്. ഏതു ഭക്ഷണം കഴിക്കണമെന്നുള്ളത് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണ്, അതിന് കൈകടത്താൻ മറ്റാർക്കും അവകാശമില്ല എന്നും കർണാടക മുഖ്യമന്ത്രി നിലപാടെടുത്തിരുന്നു. ആ നിലപാടിനെയാണ് ഇപ്പോൾ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് ബീഫ് കഴിക്കുകയാണെങ്കിൽ ആ കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കർണാടക മുഖ്യമന്ത്രി സ്വീകരിക്കുകയാണെങ്കിൽ കർണാടക മുഖ്യമന്ത്രിയുടെ തലയറക്കുമെന്നാണ് ഇപ്പോൾ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ബീഫ് വലിയൊരു വിഷയമാകുമ്പോൾ തന്നെ സിജു സുഗതൻ ന്യൂസ് ഡെസ്കിൽ നിന്നും, സിജു, കർണാടക മുഖ്യമന്ത്രിയുടെ നിലപാട് അതിനെ വെല്ലുവിളിക്കുന്ന സ്വരത്തിൽ ഈ കർണാടകത്തിലെ ബിജെപി നേതാവ് രംഗത്തെത്തുമ്പോൾ എത്രമാത്രം ഭീഷണിയുടെ സ്വരമാണ്, അസഹിഷ്ണുതയുടെ സ്വരമാണ് ഇതിന് ഉദാഹരണമായി കാണിക്കാൻ കഴിയുക? പ്രദീപ്, നമുക്കറിയാം കഴിഞ്ഞ ബി.ജെ.പി. സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സംഘപരിവാർ ശക്തികളും അതോടൊപ്പം തന്നെ ബി.ജെ.പി. അടക്കമുള്ള ഹിന്ദു രാഷ്ട്രീയ സംഘടനകൾ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട ഗോവധ നിരോധനവും അതോടൊപ്പം തന്നെ എഴുത്തുകാർക്കെതിരെ ഉൾപ്പെടെ എഴുത്തുകാരെ വധിക്കുന്ന ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിക്ക് നേരെ ഇപ്പോൾ ബി.ജെ.പി. നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രദീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബീഫ് കഴിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നേരെയാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ വാൾ ഓങ്ങിയിരിക്കുന്നത്. അതായത് ബീഫ് കഴിക്കുകയാണെങ്കിൽ, ബീഫ് അനുകൂലിക്കുന്നവർക്ക് അനുകൂലമായ നിലപാടെടുക്കുകയാണെങ്കിൽ സിദ്ധരാമയ്യയുടെ തലയറുക്കുമെന്നാണ് ബി.ജെ.പി. നേതാവായ ചന്നബാസപ്പ, കർണാടക ബി.ജെ.പിയിലെ മുതിർന്ന നേതാവായ ചന്നബാസപ്പയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം സിദ്ധരാമയ്യ ചോദിച്ചിരുന്നു എന്താണ് ബീഫ് കഴിച്ചാൽ കുഴപ്പമെന്ന് ചോദിച്ചിരുന്നു. ഇതിന് മറുപടി എന്നോണമാണ് ബി.ജെ.പി. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ കാണേണ്ടതുണ്ട്. കാരണം മുൻ ദിവസങ്ങളിൽ സാധാരണ പൗരന്മാരെ, അതായത് നമുക്കറിയാം ദാദ്രിയിലെയും അതോടൊപ്പം തന്നെ ഫരീദാബാദിലും അടക്കമുള്ള സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. അത് സാധാരണ മനുഷ്യർക്ക് നേരെയായിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, സംഘപരിവാർ ശക്തികളുടെ ആക്രമണമെങ്കിൽ ഇപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് നേരെ ഇത്തരത്തിൽ അവരുടെ വാളോങ്ങിയിരിക്കുന്നു എന്നാണ് പറയേണ്ടി വരുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ബീഫ് കഴിക്കുന്നവരെ അനുകൂലിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിദ്ധരാമയ്യ നിങ്ങൾ ബീഫ് കഴിച്ചു നോക്കൂ, അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് ഉടൻ തന്നെ അറിയാമെന്നാണ് കർണാടകയിലെ ബി.ജെ.പി. നേതാവായ ചന്നബാസപ്പ ഇപ്പോൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ തന്നെ ബി.ജെ.പി. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൈകടിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാടായിരുന്നു. സംഘപരിവാറും അതോടൊപ്പം തന്നെ VHPയും അടക്കമുള്ള സംഘടനകളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിച്ചിരിക്കുന്ന ഒരു നിലപാടാണ്. ഗോവധ നിരോധനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടകം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പക്ഷേ ഒരാളിന്റെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുവാൻ കഴിയില്ല. മാത്രമല്ല നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദാദ്രി സംഭവത്തിൽ അത് നടക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും വളരെ അർദ്ധഗർഭമായിട്ട് തന്നെ ഇതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് കൈക്കൊണ്ടിരുന്നത്. ഏതായാലും ഇത് ആദ്യമായി ബി.ജെ.പി. വളരെ ഒരു മുഖ്യമന്ത്രിയുടെ നേർക്ക് അദ്ദേഹത്തിന്റെ തലയിറക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രദീപ്, സിജു, അതിപ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ജനാധിപത്യ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ കഴുത്തറക്കുക, അതും ഭക്ഷണ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ എത്രമാത്രം ഗുരുതരമാണ് ഇന്ത്യയുടെ ജനാധിപത്യ ക്രമത്തെ പുതിയ രാഷ്ട്രീയ സംവിധാനങ്ങൾ കൊണ്ടുപോകുന്നത്, എത്രമാത്രം അപകടകരമാണ് ഈ വിഷയത്തിൽ. ന്യൂസ് മിനിറ്റ് ലേഖിക ധന്യ രാജേന്ദ്രൻ ബാംഗ്ലൂരിൽ നിന്ന് എത്രമാത്രം ഗുരുതരമായ വിഷയമായി ഇതിനെ കണക്കാക്കണം? രാജ്യം നാം ലോകത്തിന് മുന്നിൽ തന്നെ എടുത്തുയർത്തുന്നു. ധന്യ രാജേന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ അടക്കം മാറ്റത്തിന്റെ വക്താക്കളായി ഒരു സർക്കാർ വരികയാണ്. അതൊരു വലിയ ഇമേജ് ബിൽഡിംഗ് ആയി ലോകരാഷ്ട്രത്തിന് മുന്നിൽ കാട്ടുമ്പോൾ ആ ജനാധിപത്യത്തിന്റെ വിശാലാർത്ഥങ്ങൾ സംസാരിക്കുന്ന ഒരു സംവിധാനത്തിൽ നമ്മുടെ ഒരു മുഖ്യമന്ത്രിയുടെ തലയറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. ധന്യ രാജേന്ദ്രൻ, എന്താണ് സാഹചര്യം? ഇത് ആക്ച്വലി ശിവമോഗ ഡിസ്ട്രിക്റ്റിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് ഈ ബി.ജെ.പി. ലീഡർ പറഞ്ഞത്. ഇദ്ദേഹം ഒരു മുതിർന്ന ലീഡർ ഒന്നും അല്ല, പക്ഷെ ബി.ജെ.പിയുടെ ശിവമോഗ ഡിസ്ട്രിക്ട് യൂണിറ്റിന്റെ ഒരു ഓഫീസ് ബെയറാണ്. ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ആദ്യം ബി.ജെ.പി. പറഞ്ഞത് ഇല്ല, ഞങ്ങളുടെ മെമ്പർ അല്ല എന്നാണ്. പിന്നീട് വീഡിയോ എവിഡൻസ് ഉള്ള സ്ഥിതിക്ക് ബി.ജെ.പി. ഇപ്പോൾ പറയുന്നത് അയാൾക്കെതിരെ ആക്ഷൻ എടുക്കുമെന്നാണ്.
കർണാടക ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യയും റിയാക്ട് ചെയ്തു ഈ വിഷയത്തിനോട്. സിദ്ധരാമയ്യ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതൊരു ഭീഷണി തന്നെ ആയിരുന്നു. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിട്ടുണ്ട്, അവർ വേണ്ട ആക്ഷൻ എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർണാടകയിൽ പല ഡിസ്ട്രിക്ട്സിലും ശിവമോഗ ആയാലും മാംഗ്ലൂർ ആയാലും വളരെ പ്രൊവോക്കേറ്റീവ് ആയുള്ള സ്പീച്ചസ് എല്ലാ സൈഡിൽ നിന്നും, അതിപ്പോ ഹിന്ദു ആക്ടിവിസ്റ്റ് ആയാലും ഇല്ല മറ്റു ആക്ടിവിസ്റ്റുകളായാലും ഒക്കെ ആണ്. പക്ഷെ ഇപ്പോ ഈ വീഡിയോ എവിഡൻസുകളുണ്ട്, ആൾക്കാർ എപ്പോഴും മൊബൈൽ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ആ സമയത്താണ് BJP ഇങ്ങനൊരു വീഡിയോ ഇങ്ങനൊരു സംഭവം ഡിനൈ ചെയ്യാൻ ശ്രമിച്ചത്. അതാണ് പെർഹാപ്സ് BJPക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ആദ്യം അവർ ഡിനൈ ചെയ്യാൻ ശ്രമിച്ചു, പിന്നീട് വീഡിയോ എവിഡൻസ് ഉള്ളപ്പോൾ അവർക്ക് ഒട്ടും ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഈ ആൾക്കെതിരെ ഇനി ആക്ഷൻ എടുക്കുമോ എന്ന് നോക്കാനിരിക്കും. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ BJP തീർച്ചയായും ഒരു കർശനമായ വാർണിംഗ് കൊടുക്കേണ്ടതാണ് അവർ മെമ്പേഴ്സിനും അവർ ലീഡേഴ്സിനും. ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ കർണാടകത്തിൽ ഫോർ എക്സാമ്പിൾ ഒരു കൗ സ്ലോട്ടർ ബാൻ ഇല്ല. അവിടെ ബീഫ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതോ വിൽക്കുന്നതോ കഴിക്കുന്നതോ ഇല്ല. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ പറയുമ്പോൾ അത് BJPയുടെ ഇമേജിന് തന്നെയാണ് തിരിച്ചടിയാവുന്നത്. ധന്യ രാജേന്ദ്രൻ, ഒരുപക്ഷെ ഇത്തരം വിഷയങ്ങൾ ബീഫിന്റെ അതിനപ്പുറത്തേക്ക് അത് ഭക്ഷണത്തിന്റെ കാര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ എപ്പോഴും BJP നേതാക്കൾ, പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് ഉത്തരേന്ത്യയിലെ കാര്യമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കർണാടകയുടെ മുഖ്യമന്ത്രിയാണ്. ഒരു നിലപാടിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ തല അറക്കും എന്നുള്ള ഭീഷണി വരുമ്പോൾ ഇന്ത്യ ആകമാനം ഈ വിഷയം ഒരു രാഷ്ട്രീയ ധാരയിൽ അത് ഭീഷണിയുടെ തലയറക്കലിന്റെ മറ്റൊരർത്ഥത്തിൽ വളരുന്നു, വ്യാപിക്കുന്നു. അങ്ങനെ ഭയപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ കരുതുന്നില്ല. 2-3 ദിവസമായി ഈ കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് അത്തരത്തിൽ കരുതണ്ട എന്ന് പറയുമ്പോൾ ചില സൂചനകൾ, ധന്യ രാജേന്ദ്രൻ, ഇതുമായി എങ്ങനെയാണ് കാണേണ്ടത്? ഇവിടെ നിസ്സാരമല്ല, ഇതുവരെ സാധാരണക്കാരുടെ നേർക്കുള്ള ആക്രമണം, ഓരോ വിഭാഗത്തിന്റെ ആക്രമണമാണെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരം ഉയരുന്നത് ഒരു മുഖ്യമന്ത്രിയുടെ നേരെയാണ്. വെറും വാക്കല്ല, അത് ഭീഷണിയാണ് വാക്കുകളിലെങ്കിൽ കൂടി തലയറക്കുമെന്നാണ്. ഇല്ല, തീർച്ചയായും ഇറ്റ് ഇസ് എ ഡേഞ്ചർ സിഗ്നൽ. ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഒരു പബ്ലിക് ഇവന്റിൽ ഒരു ചീഫ് മിനിസ്റ്ററെ ത്രെറ്റൻ ചെയ്യാണ്. അദ്ദേഹത്തിന് തല അറക്കുന്നത് മാത്രമല്ല, അടുത്ത തല കയ്യിൽ പിടിച്ച് കളിക്കുമെന്നാണ് ആ സ്പീച്ചിൽ എക്സാക്ട്ലി പറഞ്ഞത്. അതൊരു ഡേഞ്ചറസ് സിഗ്നൽ തന്നെയാണ്. അതായത് നിങ്ങൾ പറഞ്ഞ പോലെ ദക്ഷിണേന്ത്യയിൽ ഇത്ര ഒരു പ്രശ്നമില്ല, ദക്ഷിണേന്ത്യയിൽ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം ഇവിടെ ഒരു BJP നേതാക്കൾക്കും ഇല്ല. എന്നാൽ 2-3 ദിവസമായി ഈ കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ധരാമയ്യയോട് ഒരു പ്രസ് മീറ്റിൽ ഏതൊരു ജേർണലിസ്റ്റ് ചോദിച്ചു ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച്. സിദ്ധരാമയ്യ പറഞ്ഞു, ഞാൻ ബീഫ് കഴിക്കാറില്ല, ഇനി ഞാൻ കഴിച്ചാൽ തന്നെ ആർക്കെന്ത് പ്രശ്നമെന്ന് ചോദിച്ചു. ഈ ഒരു കോൺട്രവേഴ്സിക്ക് ശേഷം ഇന്നലെ ബാംഗ്ലൂരിൽ BJP ലീഡേഴ്സ് പ്രൊട്ടസ്റ്റ് നടത്തി, പല ഡിസ്ട്രിക്റ്റുകളിലും പ്രൊട്ടസ്റ്റ് നടത്തി. ആ പ്രൊട്ടസ്റ്റിന്റെ നടുവിലാണ് ശിവമോഗയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഇത് തീർച്ചയായും ഡേഞ്ചറസ് തന്നെയാണ്. അതായത് ഇതിപ്പോ ഒരു ഡെമോക്രാറ്റിക് സെറ്റിൽ എങ്ങനെയാണ് നമ്മൾ ബിഹെഡിങ് എന്ന് നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റിനെയും മറ്റു എത്രയോ ഓർഗനൈസേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവരൊക്കെ യൂസ് ചെയ്യുന്ന അവരൊക്കെ ഓപ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബിഹെഡിങ്. അങ്ങനെ ഇത്തരം ലൂസ് ആയിട്ട് വേർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. അത് BJP തീർച്ചയായും ഇയാൾക്കെതിരെ ഇപ്പോൾ ആക്ഷൻ എടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് കർണാടകത്തിൽ BJP തന്നെ വലിയ തിരിച്ചടിയാകും. ധന്യ രാജേന്ദ്രൻ, ഇപ്പോൾ ഈ വിമർശനങ്ങൾ വരുന്നു, ഇത്തരം ഏറ്റവും ഗുരുതരമെന്ന് വിശേഷിപ്പിക്കുന്ന താങ്കളുടെ തന്നെ വാക്കുകളിൽ അതാണ്. എന്നിട്ടും ഒരു സംഘടനാപരമായി വലിയ ശക്തമായ പ്രതികരണം എന്തുകൊണ്ട് BJP നേതാക്കളിൽ നിന്നുണ്ടാകുന്നില്ല? ഇല്ല, ആക്ച്വലി BJP നേതാക്കൾ ആദ്യം പറഞ്ഞു ഇദ്ദേഹം BJPയിലല്ല എന്ന്. ഇനി ഈ വീഡിയോ സഹിതം വന്നതുകൊണ്ട് അവർ കൂടുതൽ റിയാക്ഷൻസ് തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇയാൾക്കെതിരെ ആക്ഷൻ എടുക്കുമെന്നും മറ്റു ലീഡേഴ്സിന് വാർണിംഗ് കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്നലെ ധന്യ രാജേന്ദ്രൻ, വെറും ഒരു താക്കീതിൽ അല്ലെങ്കിൽ അത്തരം പാർട്ടി നടപടികളിൽ ഒതുക്കേണ്ട കാര്യമാണോ ഇത്? താങ്കളുടെ തന്നെ വാക്കുകളിൽ ഒരു മുഖ്യമന്ത്രിയുടെ തല അറക്കുക അവിടം കൊണ്ട് തീരുന്നില്ല. ആ തല കയ്യിൽ പിടിച്ച് ആഘോഷമാക്കും, നൃത്തം ചെയ്യും അടക്കം പരസ്യമായി ഒരു വീഡിയോ വരിക ഇന്ത്യയിൽ. അത് ഞാൻ ദക്ഷിണ ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് ചുരുക്കിക്കൊണ്ടുവരികയാണ്. ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല, അതിനപ്പുറത്തേക്കാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളും പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടലുമെല്ലാം രാഷ്ട്രീയ വളർച്ചയിൽ. അതിനപ്പുറത്തേക്ക് ഏറ്റവും അടുത്തായി വന്നിട്ടുള്ളത് RSSനും BJPക്കും അപ്പുറത്തേക്ക് തീവ്ര ഹിന്ദുത്വപരമായ സംഘടനകളുടെ ക്രോഡീകരണം, അവരുടെ അജണ്ട, അതൊക്കെയും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ടോ? ഇല്ല, കർണാടകത്തിൽ പല ഡിസ്ട്രിക്റ്റുകളിലും ഇങ്ങനെ ഈ ഒരു പ്രശ്നമുള്ളത് തന്നെയാണ്. അതായത് പല ഹിന്ദു ഗ്രൂപ്പ്സും ഇപ്പം മാംഗ്ലൂർ, ദക്ഷിണ കന്നഡ, ഉടുപ്പി ഡിസ്ട്രിക്റ്റ് ആയാലും ഷിവമോഗ ആയാലും ഇത് കമ്മ്യൂണലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സ് ആണ് കർണാടകത്തിൽ. ഇവിടെ എത്ര വർഷങ്ങളായി പല ഹിന്ദു ഗ്രൂപ്പും, അത് മാത്രമല്ല PFI പോലെ ഗ്രൂപ്പുകളും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട്സ് ആണ് ഇതൊക്കെ. അതുകൊണ്ട് ഇവിടെയുള്ള ഡിസ്ട്രിക്ട് ലീഡേഴ്സിന് അറിയാം ഏത് ഭാഷയിൽ സംസാരിക്കണം. ഇന്നലെ ബാംഗ്ലൂരിൽ ഇതേപോലെ പ്രൊട്ടസ്റ്റ് നടന്നു. BJPയിൽ ഒരു നേതാവും ഇതുപോലെ ബാംഗ്ലൂർ സംസാരിച്ചില്ലല്ലോ.
അവർ സിദ്ധരാമയ്യ മാപ്പ് പറയണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിറ്റി സെൻസിറ്റീവ് ഡിസ്ട്രിക്ട്സിലാണ് ഇതുപോലെ ഇവർ സംസാരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് വെറും ഒരു പാർട്ടി തീരുമാനം മാത്രമല്ല. ഇയാളെ പാർട്ടിയിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കണോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമോ, ഇതൊരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആണ്. ചീഫ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇത് പോലീസ് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നാൽ ഇത് ഓപ്പൺ പ്രൊവക്കേഷൻ ആണ്, ഓപ്പൺ ത്രെറ്റ് ടു ലൈഫ് ഓഫ് ചീഫ് മിനിസ്റ്റർ ആണ്. അത് വെറും ഒരു സാധാരണക്കാരൻ കൂടിയല്ല, ഒരു ചീഫ് മിനിസ്റ്ററാണ് ത്രെറ്റൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഇത് കർണാടക പോലീസ് ആക്ഷൻ എടുക്കേണ്ട ഒരു വിഷയമാണ്. അവർ ഉടൻ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയും ഒരുപക്ഷെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ BJP നേതാക്കൾ അവിടെ ഒരു സമവായത്തിന്റെ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ടച്ച് പ്രതികരണങ്ങളായിരിക്കും പല കാര്യങ്ങളിലും ഉണ്ടാക്കുക. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഇപ്പോൾ ഉരുത്തിരിയുന്നത് നാം BJPയെ പ്രത്യക്ഷത്തിൽ കാണുന്നു, RSSനെ പ്രത്യക്ഷത്തിൽ കാണുന്നു. അതിനപ്പുറത്തേക്ക് വിവിധ ഹൈന്ദവ സംഘടനകളുടെ അതിതീവ്ര ഹൈന്ദവ സംഘടനകളുടെ ഒരു കോർ ഗ്രൂപ്പ് അങ്ങനെ വരികയും അവരുടെ അജണ്ട നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വരുമ്പോൾ ധന്യ രാജേന്ദ്രനിലേക്ക് വരാം. സമ്പത്തിലേക്ക്, ജോർജ് കുര്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സമ്പത്ത്, നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ കർണാടക മുഖ്യമന്ത്രിയുടെ തലയറക്കും എന്ന് ഭീഷണിപ്പെടുത്തുക, പോരാത്തതിന് അറുത്ത തല കയ്യിലെടുത്ത് നൃത്തം ചെയ്യും ബീഫ് കഴിച്ചാൽ അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിച്ചാൽ, എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ? അല്ല, നമ്മുടെ രാജ്യത്ത് വല്ലാത്ത അസഹിഷ്ണുത പെരുകുന്നു എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ടല്ലോ. ഇവിടെ ഈ അസഹിഷ്ണുത പെരുകുന്നത് വാസ്തവത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ഭീഷണിയാവുകയും ഈ മതനിരപേക്ഷതയ്ക്കും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കുമെല്ലാം തന്നെ അത് വല്ലാത്ത ഭയാശങ്കകൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിവുള്ളതാണ്. അങ്ങനെ അറിവുള്ളൊരു കാര്യം ഇവിടെ BJP, RSS, സംഘപരിവാർ അവരുടെ നേതൃത്വം വാസ്തവത്തിൽ ഒരർത്ഥത്തിൽ തീക്കൊള്ളി കൊണ്ട് തലച്ചൊറിയുന്നത് പോലെയാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആകട്ടെ, ലോക്നായക് ജയപ്രകാശ് നാരായണൻ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന JP ആകട്ടെ, ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ആകട്ടെ, അവരാരും തന്നെ നിയമം മൂലം ഇത്തരത്തിൽ ഏതെങ്കിലും മാംസം നിരോധിക്കുന്നതിന്, അത് ഗോമാംസമാകട്ടെ അതല്ലെങ്കിൽ ബീഫ് എന്നുള്ള പേരിലോ ബഫല്ലോ മീറ്റ് എന്നുള്ള പേരിലോ എന്തോ ആവട്ടെ, തങ്ങളുടെ ആരുടെയും ഭക്ഷണ രീതികൾ മറ്റുള്ളവരുടെ മേലിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന് നിയമത്തെ അങ്ങനെ ദുരുപയോഗം ചെയ്യരുത് എന്ന് പല തവണ അവർ അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നതാണ്, പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇവിടെ ഈ BJP സംഘപരിവാർ അവരുടെ പ്രവൃത്തികളുടെ എല്ലാം തന്നെ അവരുടെ തലയിൽ ഉദിച്ചിട്ടുള്ള ആശയം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും തങ്ങളുടേതായിട്ടുള്ള ഫാസിസ്റ്റ് ചിന്താഗതികൾ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. അത് ഭക്ഷണ രീതിയിൽ, വേഷവിധാനത്തിൽ, ആരാധനാക്രമത്തിൽ, ജീവിതചര്യയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക രംഗത്ത് എല്ലാ മേഖലയിലും അങ്ങനെ ഒരു കാര്യമാണ് അവർ ആലോചിക്കുന്നത്. വല്ലാത്ത വൈവിധ്യവും നിറഞ്ഞ ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയും അത് ഏതെങ്കിലും BJP നേതാക്കളോട് ചോദിച്ചാൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല, അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇവരെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ത്യയിൽ 22 സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ഈ മാംസം അത് വിപണനം നടത്തുന്നതിനും അത് കഴിക്കുന്നതിനും അത് കൈവശം വയ്ക്കുന്നതിനും യാതൊരു വിധത്തിലുള്ള നിരോധനവും ഇല്ല. ഇന്ത്യയിൽ വെറും 7 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഗോവധം തന്നെ നിരോധിച്ചിട്ടുള്ളത്. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ തല ഇറക്കുമെന്നും അതെടുത്ത് നൃത്തം ചെയ്യുമെന്നും ഒക്കെ ഇങ്ങനെയൊക്കെ ചില ആളുകൾ പറഞ്ഞാൽ ഇത് എന്താണ്? ഈ നാട്ടിലെ തെരുവ് പട്ടിക്കും ഒരു മൃഗത്തിനുമുള്ള വില പോലും ഈ നാട്ടിലെ മനുഷ്യനില്ല എന്നുള്ളതാണോ? ഒരു കേന്ദ്രമന്ത്രി നേരത്തെ നടത്തിയൊരു പ്രസ്താവന ഉണ്ടല്ലോ, ആരെങ്കിലും പട്ടിയെ കല്ലെറിഞ്ഞത് സർക്കാരിനെ കുറ്റം പറയുന്നത് പോലെയാണ് എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണത്തിനെ വല്ലാത്ത ഒരു ക്രൂരതയോടുകൂടി ന്യായീകരിക്കാനായി നടത്തിയ ശ്രമം പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങി എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. ഇതെല്ലാം ഇവരുടെ മാനസികാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വല്ലാത്ത ഒരു പെർവർട്ടഡ് ആയിട്ടുള്ള, ഒരു പൊളിറ്റിക്കലി പെർവർട്ടഡ് ആയിട്ടുള്ള ഒരു ഇൽമോട്ടിവേറ്റഡ് അജണ്ട അത് നടപ്പാക്കുന്നതിന് അവർ ഭക്ഷണത്തെ പോലും ദുരുപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ എന്തെങ്കിലും കഴിക്കട്ടെ, ആ കഴിക്കുന്നത് ഭക്ഷണം കഴിക്കാനുള്ള അവന്റെ അവകാശത്തെ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? നമ്മുടെ ഭക്ഷണം, നമ്മുടെ അവകാശം എന്നുള്ളത് അതെല്ലാം ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ സ്വകാര്യതകളാണ്. അത് നിയമാനുസരണം അവർക്ക് അത്തരത്തിൽ ലഭ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ അവര് കഴിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സമ്പത്ത്, ശ്രീ ജോർജ് കുര്യൻ, താങ്കൾ ദയവായി തുടരുക. അസഹിഷ്ണുതയുടെ വിത്തുക്കൾ വലിയ വൃക്ഷമായി ആശങ്കയോടെ പടർന്നു പിടിക്കുന്നു എന്നാണ് സമ്പത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. ആ പ്രതികരണത്തിലേക്ക് താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് കർണാടക മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള BJP നേതാവ് ചന്നബാസപ്പയുടെ വാക്കുകളിലേക്ക്. ಗೋಮಾಂಸವನ್ನು ತಿಂತಾನೆ ಅಂತೇಳಿ ರಾಜಾರೋಷವಾಗಿ ಸರ್ವಾಧಿಕಾರಿ ಧೋರಣೆಯಿಂದ ಮಾತಾಡ್ತೀರಾ ನೀವು? ತಾಕತ್ತಿದ್ರೆ ಬನ್ನಿ ಸಿದ್ದರಾಮಯ್ಯನವರೇ, ಗೋಪಿ ವೃತ್ತದೊಳಗಡೆ ತಾವು ಗೋಮಾಂಸ ತಿಂದಿದ್ದೆ ಆದ್ರೆ ಅವತ್ತು ನಿಮ್ಮ ಚೆಂಡು
ನಿಮ್ಮ ರುಂಡಾಟದೊಳಗಡೆ ಯಾವುದೇ ತರದ ನಿಮ್ಮ ರುಂಡವನ್ನ ಚಂಡಾಟದೊಳಗೆ ಯಾವುದೇ ತರದ ಅನುಮಾನ ಇಲ್ಲ. ಇವತ್ತಿನ ದಿನ ಒಂದು ಕಾಲದಲ್ಲಿ ಒಂದು ಮಾತಿತ್ತು.